ഒരുപാട് നാളുകൾക്ക് ശേഷം പെറ്റ് സ്റ്റേഷനിലേക്കാണ് ഇന്നത്തെ യാത്ര. ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ മൊത്തത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ഫുഡ് സ്റ്റാളുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. റിൻഷുമോൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 150 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. ഇനി 200 രൂപയുടെ ടിക്കറ്റ് കൂടിയുണ്ട്. അതിലാണെങ്കിൽ നമുക്ക് ഫിഷിനെ ഫീഡ് ചെയ്യാനുള്ള ഫുഡും അതേപോലെ തന്നെ ഒരു പെറ്റിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് കൂടി ഉണ്ടാവും. ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഓരോ ബേഡ്സിൻ്റെ കേജും അകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല ഡിസൈനിങ് വർക്കുകളൊക്കെ കൊടുത്ത് സൂപ്പറാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പെറ്റ്സിനെ കയ്യിലെടുത്ത് നമുക്കിവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. രാത്രി കാലങ്ങളിൽ പട്ടികളെ ഇറക്കി വിടുന്നത് കൊണ്ടാണ് മുഴുവനായിട്ട് ഇപ്പോൾ കിടന്നുറങ്ങുന്നത്. അതിവിടെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടും കാണാം. ഇവിടുത്തെ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. കണ്ടു നിൽക്കാൻ തന്നെ അടിപൊളിയാണ്. 30 രൂപ കൊടുത്ത് വേണമെങ്കിൽ ഫിഷിനെ നമുക്ക് ഫീഡ് ചെയ്യാം. Keep those hands up for tonight again. Even in another lifetime, find me there and let
150 രൂപ കൊടുത്താലും നഷ്ടമൊന്നുമില്ല, അതിന് മാത്രം ഇവിടെ കാണാനുണ്ട്. ഇതിനകത്ത് തന്നെ ഒരു ഷോപ്പിംഗ് സൗകര്യം കൂടിയുണ്ട്. ഇഷ്ടംപോലെ കുട്ടികളുടെ ടോയ്സ് ഉണ്ട്, ഹോട്ട് വീൽസ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ പെറ്റ് സ്റ്റേഷനിലെ കാഴ്ചകളും കണ്ട് പുറത്തിറങ്ങി. ഇതിൻ്റെ നേരെ മുന്നിലായിട്ട് തന്നെ മനോഹരമായൊരു ബീച്ചാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കിഡ്സിൻ്റെ പാർക്കും ഒരു ഫുഡ് കോർട്ടും ഉണ്ടായിരുന്നു. അതിപ്പോൾ തൽക്കാലം മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് അടച്ചിട്ടിരിക്കുകയാണ്. കളിക്കേക്കല്ല. ബീച്ചിൽ നല്ല വെറൈറ്റി ഹോം മെയ്ഡ് സ്നാക്സ് ഒക്കെ അവൈലബിൾ ആണ്.